ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ ബാധിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും താളം തെറ്റിയിരിക്കുകയാണ്. സർക്കാർ നൽകേണ്ട തുക സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതും ഇറാൻ യുദ്ധമടക്കമുള്ള സാഹചര്യത്തിൽ വിപണിയിലുണ്ടായ വിലക്കയറ്റവും ഈ പദ്ധതിയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മിക്ക വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ വെട്ടിച്ചുരുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചോറിനൊപ്പം 3 വിഭവങ്ങളാണ് മുൻപ് കുട്ടികൾക്ക് നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ ആഴ്ചയിൽ 2 ദിവസം 3 കറികളും ബാക്കി ദിവസങ്ങളിൽ 2 കറികളുമായി വിഭവങ്ങൾ ചുരുക്കേണ്ട ഗതികേടിലാണ് സ്കൂൾ അധികൃതർ എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ തുക വെട്ടിച്ചുരുക്കൽ പോലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടി തുകയാണ് നിലവിൽ ഓരോ വിദ്യാലയത്തിലും ദിവസേന ചെലവാകുന്നത്. ശരാശരി 600 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു മാസത്തെ ഉച്ചഭക്ഷണ വിതരണത്തിനായി മാത്രം 1 ലക്ഷത്തിലധികം രൂപ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് അധ്യാപകർ ഉള്ളത്. പോഷകാഹാര വിതരണത്തിനായി നൽകുന്ന മുട്ടയുടെയും പാലിന്റെയും വില കുത്തനെ ഉയർന്നതിന് പുറമെ തേങ്ങ, പച്ചക്കറികൾ എന്നിവയ്ക്കും വിപണിയിൽ വൻ വിലക്കയറ്റമാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനോടൊപ്പം പാചകവാതകത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നതും പ്രതിസന്ധിയുടെ വ്യാപ്തി ഇരട്ടിയാക്കിയിട്ടുണ്ട്. നിലവിലെ സ്ഥിതി പരിശോധിച്ചാൽ കഴിഞ്ഞ ജൂൺ മാസത്തെ പ്രധാന ഉച്ചഭക്ഷണത്തിനായുള്ള അരിയുടെയും പച്ചക്കറിയുടെയും തുക സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അനുബന്ധ പോഷകാഹാരമായ പാലിന്റെയും മുട്ടയുടെയും കുടിശ്ശിക തുക ഇതുവരെ പ്രധാന അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല. ഇവിടെയാണ് പ്രധാന പ്രശ്നം നിലനിൽക്കുന്നത്. സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉച്ചഭക്ഷണത്തിനായി അനുമതി നൽകിയിരിക്കുന്ന തുക വർഷങ്ങൾക്ക് മുൻപുള്ള വിപണി വിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2016 നിശ്ചയിച്ച തുക വെച്ചാണ് 2020 ഉച്ചഭക്ഷണം ഒരുക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നത്. യുദ്ധമടക്കമുള്ള സാഹചര്യം മൂലമുണ്ടായ വില വർധനയെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. വിലക്കയറ്റം മൂലമുണ്ടാകുന്ന ഈ അധിക സാമ്പത്തിക ബാധ്യത വഹിക്കാൻ സർക്കാർ തയ്യാറല്ല. സാമ്പാറും തോരനുമാണ് പ്രധാനമായും സ്കൂളുകളിൽ കുട്ടികൾക്ക് കറിയായി നൽകുന്നത്. എന്നാൽ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വില ദിവസേന മാറിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക വിദ്യാലയങ്ങളിലും പ്രാദേശിക കടകളിൽ നിന്നാണ് മിൽമ പാലും മുട്ടയും സ്ഥിരമായി വാങ്ങുന്നത്. 1 ലിറ്റർ മിൽമ പാലിന് പൊതുവിപണിയിൽ 60 രൂപയോളം വിലയുള്ളപ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് വെറും 56 രൂപ മാത്രമാണ്. മിൽമ പാലിന്റെ വില സർക്കാരാണ് വർദ്ധിപ്പിച്ചതെങ്കിലും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള വിഹിതത്തിൽ ആ വർധനവ് വരുത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ ഒരു മുട്ടയ്ക്ക് സർക്കാർ നൽകുന്നത് 6 രൂപയാണെങ്കിൽ പൊതുവിപണിയിൽ മുട്ടയുടെ വില 7 മുതൽ 8 രൂപ വരെയാണ്. കുക്കിംഗ് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന വിദ്യാലയങ്ങളിൽ പ്രതിസന്ധി കുറച്ചുകൂടി രൂക്ഷമാണ്. മാർച്ച് മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിക്കുന്നതിന് മുൻപ് സ്റ്റോക്ക് വാങ്ങിവെച്ചത് കൊണ്ട് മാത്രമാണ് ജൂൺ പകുതി വരെ സ്കൂളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ബാക്കി വരുന്ന ഈ ഭീമമായ തുകയെല്ലാം സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ സ്വന്തം പോക്കറ്റിൽ നിന്നോ കടം വാങ്ങിയോ ആണ് ചെലവഴിക്കുന്നത്. ഇതിനു പുറമെയാണ് പാചക തൊഴിലാളികളുടെ ദുരവസ്ഥ. ഈ പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന് ശേഷം പാചക തൊഴിലാളികൾക്ക് നൽകേണ്ട വേതനം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് സ്കൂളുകളിൽ പാചക തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾക്ക് ദിവസവും സ്നേഹത്തോടെ അന്നമൊരുക്കുമ്പോഴും സ്വന്തം വീട്ടിൽ അടുപ്പ് പുകയാത്ത അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞുകൂടുന്നത്. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ വിഭവ സമാഹരണത്തിനായി PTA ഫണ്ടുകളെയും പൊതുജനങ്ങളെയും ആശ്രയിക്കാനാണ് സർക്കാർ നൽകുന്ന നിർദ്ദേശം. എന്നാൽ വിദ്യാലയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് PTA ഫണ്ട് തികയാത്ത സാഹചര്യമാണുള്ളത്. 200 കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും 50 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഒരേ അളവിൽ പാചകവാതകം ചെലവാകുന്നുണ്ട്. കൂടുതൽ അളവിൽ പച്ചക്കറികൾ മൊത്തമായി വാങ്ങിയാൽ ലാഭകരമാകുമെങ്കിലും റെഫ്രിജറേറ്ററുകളോ കേടാകാതെ സൂക്ഷിക്കാനുള്ള മറ്റ് കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളോ വിദ്യാലയങ്ങളിൽ ഇല്ല. അതിനാൽ ദിവസവും ഉയർന്ന റീറ്റെയിൽ വില കൊടുത്ത് പച്ചക്കറികൾ വാങ്ങാൻ സ്കൂളുകൾ നിർബന്ധിതരാകുകയാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഫണ്ട് വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തുകകൾ അനുവദിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ ഇല്ലാതാവും. ഓണാവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുമ്പോഴേക്കും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പാചകപ്പുരകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന കാഴ്ചക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. UDF സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തന്നെ ഉച്ചഭക്ഷണത്തിന്റെ ഭാവി അടഞ്ഞുപോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.